ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുയോഗി ശീലായ്യപ്പൻ. ഞാൻ മുംബൈയിൽ നിന്നാണ് ആത്മവിദ്യ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ NSK ആത്മവിദ്യാ പാഠത്തിൻ്റെ 9ാമത്തെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ആത്മവിദ്യയുടെ 9ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ എല്ലാം പിതാവായ എൻ്റെയും നിങ്ങളുടെയും സർവ്വചരാചരങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ നാരായണനെ, ഭഗവാൻ നാരായണനെ സ്തുതിക്കാം. ഇന്ന് ഞാൻ ഭാഗവതത്തിലെ 4ാം പാദം, അതായത് ഭാഗവത കീർത്തനം 4ാം പാദമാണ് ചെല്ലാൻ പോകുന്നത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമന്നകമേ വിലസുക നാരായണ ജയ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്യാണമാർന്ന ഹരിലീലാമൃതം നൃപര ചൊല്ലാം പറഞ്ഞ ചെവിക്കൊള്ളുക പാപഹര എല്ലാം പറഞ്ഞിടുവതില്ലാരും എന്നറിക നല്ലൊരു വിഷ്ണുകഥ നാരായണായ നമ. കാര്യങ്ങൾ കർത്തൃകരണം കാരണങ്ങൾ ക്രിയകാലസ്വരൂപി ഹരി തന്റെ വിലാസമത് വീരങ്ങൾ ചേരും അവതാരങ്ങളുണ്ട് പല കാലാനുരൂപി ഹരി നാരായണായ നമ. കിട്ടാഞ്ഞു വേദമുഴലും നേരമാതിക പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലതി ദൃഷ്ടേ ധരിച്ചു ജലധോ കൂർമ്മരൂപി തിഥി തട്ടും മഹാഗിരിജ നാരായണായ നമ. കിറിക്കളഞ്ഞ കിറകൊണ്ടം മഹാസുരനെ വാരാത സിംഹമുയരത്താക്കി ഭൂമിയെയും നാരായണാക്ഷര വിരോധിക്കും മൃത്യു നരസിംഹോ ഭവൽത്തതിന് നാരായണായ നമ. കൽപ്പേരിനോറിയത് കുറ്റം വരാതെ ബലിയാഗത്തിൻ മാണി ഒരൊറ്റം വരാതുലകു വീണ്ടേഷു പുച്ചുവിട വില്ലാളിമാരെയും 17 വട്ടം മിക കൊല്ലുന്ന രാമഹരി നാരായണായ നമ. കൂട്ടം നിശാചട രാവണാദികളെ ഊട്ടോട് കൊല്ലുവതിനായി രഘുപ്രവരൻ വട്ടം വരാതെ ബൽഭദ്രാദേയും തടവി നാട്ടിന് നല്ലധിക നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പം എല്ലാവർക്കും, എല്ലാ കൽക്കി രൂപികൾക്കും വിഷ്ണുയോഗിയായ ശീലായപ്പൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് നമ്മൾ 2-3 പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ഇന്നലെ എന്താ പഠിച്ചെന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറയുന്നത്, സനാതന ധർമ്മം അനുസരിച്ച് മനുഷ്യന്റെ പൂർവജരാണ് മനുവും ശതരൂപയും. മനു, അദ്ദേഹത്തിന് സ്വയംഭൂ മനു എന്ന് പറയാറുണ്ട്. അദ്ദേഹം ഒരു ഋഷിയായിരുന്നു. മനുവിൽ നിന്നാണ് മനുഷ്യനെന്നും മാനവനു എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതുപോലെ മേൻ എന്ന വാക്കും വന്നിരിക്കുന്ന മനു എന്നതിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് വസുദൈവ കുടുംബത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാം പിതാവാണ് നാരായണനായ വാസുദേവൻ, നമ്മുടെ എല്ലാം മാതാവാണ് ഭൂമിദേവിയായ വസുന്ധര. നമ്മുടെ കുടുംബമാണ് വസുദൈവ കുടുംബം. ഭഗവാന്റെ ധർമ്മത്തെ നമ്മൾ വസുദൈവ ധർമ്മം എന്ന് പറയുന്നു. ഈ കുടുംബത്തിൽ എല്ലാവരും ഇതിലെ അംഗങ്ങളാണ്. അതായത് സർവ്വ മനുഷ്യരും, ഏകദേശം 850 കോടി അല്ലെങ്കിൽ 900 കോടിയോളം മനുഷ്യരും മറ്റു മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം വസുദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇവരെല്ലാം നമ്മളുടെ ആത്മസഹോദരരാണ്. നാം എല്ലാവരെയും സ്നേഹിക്കുകയും നമ്മളെ കഴിയുന്ന സേവ ചെയ്യുകയും വേണം. അപ്പം നമ്മളെല്ലാം വസുദൈവ കുടുംബത്തിലുള്ളവരാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ദേവി വസുന്ധരായ നമഃ. വസുദൈവ കുടുംബം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത്, ഞാൻ പെട്ടെന്ന് പറയാണ്, നാരായണനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാം സൃഷ്ടാവാണ് ഭഗവാൻ നാരായണൻ. നാരായണനാണ് പ്രപഞ്ചത്തിൻ്റെ സുപ്രീം ദൈവം അഥവാ മെഗാദൈവം അഥവാ മഹാദൈവം. നമ്മളെല്ലാം ദൈവങ്ങളാണ്. നമ്മുടെ മുകളിലാണ് മഹാദൈവം അല്ലെങ്കിൽ മഹാദൈവമായ നാരായണൻ. ഭഗവാനിൽ എത്തിച്ചേരാൻ ഞാൻ പറഞ്ഞു, ഭക്തിയും കർമ്മവും കീർത്തനവുമാണ് ഭഗവാനെ കണ്ടെത്താനുള്ള വഴി. ഭഗവാൻ എന്തുകൊണ്ടാണ് സുപ്രീം ദൈവം എന്ന് നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് നരൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്ന നാരായണനിൽ നിന്നാണ്. എല്ലാ ജീവജാലങ്ങളും ഭൂമി ഉൾപ്പെടെ എല്ലാം ജനിച്ചിരിക്കുന്ന ജലത്തിൽ നിന്നാണ്. എല്ലാ വസ്തുക്കളെയും ഭഗവാൻ നാരായണൻ സൃഷ്ടിക്കുന്ന ജലത്തിലാണ്. പിന്നെ മഴയായാലും നമ്മൾ സുനാമി, പിന്നെ ന്യൂനമർദ്ദം, ഇന്നലെ ഞാൻ ന്യൂനമർദ്ദം പറയാൻ മറന്നുപോയി. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഉണ്ടാവുന്നത് ജലത്തിലാണ്, അതായത് നാരത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട്, പിന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ അവതാരം എടുക്കുന്നത് ഭഗവാൻ നാരായണനാണ്. അങ്ങനെ പല കാരണത്താൽ നാരായണനെയാണ് നമ്മൾ സുപ്രീം ദൈവമായിട്ട് കണക്കാക്കുന്നത്. ഇത് ആർക്കും അറിയാത്ത കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഭാഗവതവും രാമായണവും ഭഗവത്ഗീത പഠിച്ചവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, അല്ലാത്തവർക്കൊന്നും ഇതറിയാൻ
ഒരു വഴിയുമില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഞാൻ പുറത്തുനിന്ന് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അനുഭവം ഇതെല്ലാം കൂടെ ഞാൻ ചേർത്താണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു മിനിറ്റ്, കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പോയിന്റ് അറിയണമല്ലോ എന്താ പഠിപ്പിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കാര്യം എന്നാൽ നമ്മുടെ തത്വങ്ങൾ, അതായത് നമ്മുടെ മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് നാരായണനാണ്, അത് മൂന്നായിട്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. നാരായണൻ എന്ന് പറയുന്നത് ഏക ദൈവമാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിന്റെ 18 തത്വങ്ങൾ. അപ്പൊ എല്ലാത്തിനും ഒരു തത്വമുണ്ട്. അതേ പ്രപഞ്ചത്തിന്റെ അതേ തത്വമാണ് ഓരോ ജീവജാലത്തിന്റെയും തത്വം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ക്ലോക്ക് എടുക്കുകയാണ് ഉദാഹരണത്തിന്, അതിനൊരു തത്വത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു സെക്കൻഡ് സൂചി 60 തവണ 60 സെക്കൻഡ് ആകുമ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് സൂചി ഒന്നനങ്ങും. മിനിറ്റ് സൂചി 60 ആകുമ്പം അവർ സൂചി, അതായത് മണിക്കൂറിന്റെ സൂചി ഒന്നനങ്ങും. അപ്പൊ അതിനെല്ലാം ഒരു തത്വമുണ്ട്. ഇനി കാറായാലും ബസ്സായാലും ഏത് വാഹനമായാലും പിന്നെ കപ്പലായാലും എയ്റോപ്ലെയിൻ ആയാലും എല്ലാം ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ മറ്റ് നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് ഗാഡ്ഗറ്റുകളായ ഫാന്, ലൈറ്റ്, പിന്നെ ഫ്രിഡ്ജ്, AC, TV, പിന്നെ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് വീട്ടിലുള്ളത്, മിക്സർ, ഇതിലെല്ലാം ഒരു പ്രവർത്തന തത്വമുണ്ട്. അപ്പം നമ്മുടെ പ്രവർത്തന തത്വം എന്താണ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം നമ്മൾ 18 തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഞാൻ ഈ പറയുന്ന 18 തത്വം അല്ലാതെ ആർക്കെങ്കിലും ഒരു 19ാമത്തെ ഒരു തത്വം പറയാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ 5 പഞ്ചഭൂതങ്ങൾ 5 ചേർത്താണ് ഭഗവാൻ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അഗ്നി, ആകാശം, വായു, ജലം, ഭൂമി. ഇതിനെ നമുക്ക് വെച്ച് പറയാൻ പറ്റും. അഗ്നി, ആകാശം, എന്ന് പറഞ്ഞാൽ ജലം, അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, വായു, അനിലൻ എന്ന് പറഞ്ഞാൽ അഗ്നി. അപ്പോൾ ഈ ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി ഇത് ചേർത്താണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് പഞ്ചഭൂതങ്ങൾ 5 എന്ന് പറയുന്നത്. അപ്പം പഞ്ചഭൂതങ്ങൾ 5 നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമുക്ക് പറയാൻ വേണ്ടി നമുക്കത് കാണിച്ചു തരാം. അതായത് അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചൂടാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ട്. നമ്മുടെ ചൂടെന്ന് പറയുന്നത് 37 ഡിഗ്രി സെന്റിഗ്രേഡാണ്. അത് അഗ്നിയാണ്. നമ്മുടെ ഉള്ളിലെ ഭക്ഷണം ദഹിക്കും. നമ്മൾ തിന്നുമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അഗ്നി കൊണ്ടാണ് ഇത് ദഹിക്കുന്നത്. ഉള്ളിൽ ചെന്ന് ഭഗവാൻ അഗ്നി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദഹനം എന്നല്ലേ പറഞ്ഞു, ദഹിപ്പിക്കാന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നത് അഗ്നി കൊണ്ടാണ്. അഗ്നി. പിന്നെ ആകാശം, നമ്മുടെ പിന്നെ വയറ്റിലായാലും എല്ലാ സ്ഥലത്തും പിന്നെ സ്പേസ് ഉണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഈവൻ നമ്മുടെ ഒരു കോശം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് വാക്യൂൾസ് എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, വാക്യൂള്. അതിനകത്ത് നമുക്ക് എയർ സ്പേസ് കാണാം. അതുപോലെ നമ്മുടെ വായിൽ ഏത് ഭാഗത്താണ് നമുക്ക് പിന്നെ സ്പേസ് ഇല്ലാത്ത, വയറ്റിലല്ലേ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്താ പറയുക, റെക്റ്റമുണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്. ഇവിടെ വന്ന് യൂറിനൊക്കെ പിന്നെ നിറയുന്നു. അപ്പൊ അതിനകത്തെല്ലാം സ്പേസ് ഉണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മുടെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അതാണ് ആകാശം എന്ന് പറയുന്നത്. അഗ്നി, ആകാശം. പിന്നെ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഭൂമിയിൽ നിന്ന് വരുന്നതാണ്. ഭൂമിയിൽ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന വിറ്റാമിൻസ്, മിനറൽസ് ആയ ഫോസ്ഫേറ്റ്, എന്താ പറയുന്ന ഫോസ്ഫറസ്, പിന്നെ എന്താ സ്റ്റാർച്ചിന് എന്താ പറയുന്നത്, കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, ഫാറ്റ്, ഇങ്ങനെ ഇവ കാര്യങ്ങളെല്ലാം നമുക്ക് ഭൂമിയിൽ നിന്നാണല്ലോ കിട്ടുന്നത്. നമ്മുടെ എല്ലുകളൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന കാൽസ്യം കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടും ഒക്കെയാണ്. നമ്മുടെ എല്ലിന്റെ ഘടകങ്ങളാണ്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ആകാശം, ഭൂമി, പിന്നെ ജലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്. ഏകദേശം 75%, അത് ഭൂമിയിൽ 75%-ഓളം ജലമുണ്ട്. അത്രയും ഏകദേശം ജലം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ജലമായിട്ടല്ല ഇരിക്കുന്നത്, നമ്മുടെ ലിക്വിഡിന്റെ രീതിയിൽ, അതായത് എന്താ പറയാ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡായിട്ടും മറ്റു ലിക്വിഡുകളായിട്ടും, പിന്നെ എന്താ പറയുക, യൂറിനായിട്ട്, പിന്നെ വിയർപ്പായിട്ട്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ജലമുണ്ട്. അപ്പം അഗ്നി, ആകാശം, ഭൂമി, പിന്നെ ജലം, പിന്നെ വായു എന്ന് പറയുന്നത് പ്രകൃതിയിലെ വായു അല്ലെ പ്രപഞ്ചത്തിലെ വായു തന്നെയാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഈ വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 5 പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 പ്രവർത്തന തത്വം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ 5 ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഭഗവാനാണ്. പിന്നീട് നമ്മുടെ കാണാൻ പറ്റും. ഈ പഞ്ചഭൂതങ്ങൾ 5 നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അത് കാണാൻ പറ്റും. വായുവിനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നമുക്കറിയാം വായു ഉണ്ടെന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമേ ഇല്ല.
പിന്നെ അടുത്തതെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ 5 സെൻസറി ഓർഗൻസ്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, പിന്നെ കാത്, നമ്മുടെ സ്കിൻ, അതായത് ത്വക്ക്. അപ്പോൾ ഈ 5 എണ്ണമാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഇത് നമുക്കില്ലെങ്കിൽ നമുക്കൊന്നും കാണാനോ അറിയാനോ കേൾക്കാനോ ഒന്നും സാധിക്കത്തില്ല. അതപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ 5 ഭാഗങ്ങളാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ 5ഉം പഞ്ചഭൂതങ്ങൾ 5ഉം 10 ആയല്ലോ. അപ്പോൾ ഈ 10 എണ്ണം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ വിസിബിൾ ആണ് ഇതെല്ലാം, അല്ലേ? എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 8 എണ്ണം, 18 എണ്ണമാണല്ലോ. 8ാമത്തെ എന്ന് പറഞ്ഞാൽ അത് വിസിബിൾ അല്ല, അത് നമുക്ക് ആത്മീയ തത്വങ്ങളാണ്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 10 എണ്ണത്തിനെ നമുക്ക് ശിവൻ എന്ന് പറയാം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയ തത്വത്തിൽ നമുക്ക് വിഷ്ണു എന്ന് വേണേൽ പറയാം. പക്ഷെ ഞാനിപ്പോൾ അത് പറയാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തേത് മനസ്സ്. ആർക്കും കാണാൻ പറ്റത്തില്ല, മനസ്സ് എന്താന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെ മനസ്സിരിക്കുന്നത് ഹൃദയത്തിലാണ് മനസ്സ്. രണ്ടാമത്തേത് ബുദ്ധി. എല്ലാവർക്കും ഉണ്ടല്ലോ ബുദ്ധി, തലയിലാണല്ലോ ബുദ്ധി ഇരിക്കുന്നത്. മനസ്സേ ബുദ്ധി, അഹം. അഹം എന്ന് പറയുന്ന ഞാനെന്ന ഭാവം, ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എന്ന ഭാവം. അതെല്ലാ ജീവജാലങ്ങൾക്കും ഞാനെന്ന ഭാവമുണ്ട്, അല്ലേ? ഇപ്പോൾ 2 പൂച്ചകൾ തമ്മിൽ വഴക്കുണ്ടാവും, ഒരെണ്ണം ജയിക്കാൻ നോക്കും, 2 എണ്ണം ഫൈറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ജയിക്കുന്നത്, ഒരെണ്ണം ഓടിപ്പോവും. അപ്പോൾ എല്ലായിടത്തും ഈ ഞാനെന്ന ഭാവമുണ്ട്. ഈ ഞാനെന്ന് പറയുന്ന ആരാ? നമ്മുടെ ഉള്ളിലെ ഭഗവാനാണ്. അപ്പം മനസ്സേ ബുദ്ധി അഹം 3 എണ്ണമായി. പിന്നെ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ ശബ്ദമല്ല, നിങ്ങളുടെ ശബ്ദം, എൻ്റെ ശബ്ദമല്ല, നമ്മുടെ പതിദേവന്റെ ശബ്ദം, അതല്ല മക്കളുടെ ശബ്ദം. അപ്പം ശബ്ദം നമ്മുടെ എല്ലാം വ്യത്യസ്തമാണ്. ശബ്ദം എവിടെ ആയിരിക്കും നമുക്ക് കാണാനേ പറ്റത്തില്ല. ഓക്കെ, ശബ്ദം പക്ഷെ പുറത്തു വരുമ്പോൾ അറിയാം ശബ്ദം. പിന്നെ നമ്മുടെ ജ്ഞാനം, നമ്മുടെ അറിവ് എവിടെയായിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുന്നു, ഇതുപോലെ ആത്മീയ പോസ്റ്റുകളൊക്കെ എഴുതി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എൻ്റെ അല്പം ജ്ഞാനമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നെ പുറത്തുനിന്നൊരു, എന്നെ അറിയാത്ത ഒരാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാലോ അല്ലെ എൻ്റെ ശരീരം കണ്ടാലോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എന്താ ഏതാ, എൻ്റെ ജ്ഞാനമുണ്ടോ, ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ശബ്ദം, പിന്നെ ജ്ഞാനം, അറിവ്, എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യനെ മാത്രമല്ല കേട്ടോ, ഞാൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ല, എല്ലാ പക്ഷിമൃഗാദികൾക്ക് ജ്ഞാനമുണ്ട്. കാരണം ഒരു കോഴിക്കുഞ്ഞിന് അല്ലെ ഒരു കോഴിയും താറാവിനെയും കൂടെ നമ്മൾ വെള്ളത്തിൽ പിടിച്ചിട്ടാൽ താറാവ് വെള്ളത്തിൽ ഇറങ്ങും, പക്ഷെ കോഴി ഇറങ്ങത്തില്ല. കാരണം അതിനുള്ള ജ്ഞാനമുണ്ട്, അതിനറിയാം വെള്ളത്തിൽ ഇറങ്ങി അതിന് നീന്താൻ അറിയില്ല, നീന്താനുള്ള ജ്ഞാനം അതിനില്ല. പിന്നെ ഒരു കിളികളൊക്കെ കൂട് കൂട്ടുന്നുണ്ട്, ഓരോ തരത്തിലുള്ള കിളികളും ഓരോ തരം കൂടുകളാണ് കൂട്ടുന്നത്. അപ്പം അതിനെല്ലാം അത് ഉണ്ടാക്കാനുള്ള ജ്ഞാനമുണ്ട്. അപ്പം നമ്മൾ മനുഷ്യനെ മാത്രമല്ല, ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സകല ജീവനുള്ള വസ്തുക്കളും ദൈവങ്ങൾ തന്നെയാണ്. അവരിലെല്ലാം ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഉണ്ട്. നമുക്ക് കണ്ണും കാതും ഉള്ള പോലെ എല്ലാ മൃഗങ്ങൾക്കും ഇല്ലേ കണ്ണും കാതും എല്ലാം ഇല്ലേ? അതുങ്ങൾക്ക് ത്വക്കില്ലേ? അതുങ്ങൾക്കും മനസ്സുണ്ട്. എല്ലാം നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവർക്കും ഉണ്ട്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അതാണ് അവരുടെ വ്യത്യാസം. പിന്നെ നമ്മളെ പോലെ 2 കാലിൽ നടക്കും, നമ്മൾ 2 കാലി ഇരുകാലി മൃഗങ്ങളെന്ന് മനുഷ്യനെ പറയുന്നത്, ഓരോ 4 കാലിൽ നടക്കുന്ന ആ ഒരു വ്യത്യാസമുള്ളൂ. ഞാൻ വലിയ വ്യത്യാസമൊന്നും മനുഷ്യനിലും മൃഗങ്ങളിലും കാണുന്നില്ല. അതിവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മനുഷ്യന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ സമാനമാണ് ഓൾമോസ്റ്റ്. എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കില്ല. കാരണം മൃഗങ്ങൾ രാവിലെ എഴുന്നേക്കുന്നു, മനുഷ്യനും രാവിലെ എഴുന്നേക്കുന്നു. മൃഗങ്ങൾ രാവിലെ എന്താ പറയുന്നത്, അവരുടെ തീറ്റ തേടി പുറത്ത് പോകുന്നു. മനുഷ്യനും രാവിലെ കുളി അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് മൃഗങ്ങളും കുളിക്കാറുണ്ട്. അവർ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ അവരവരുടെ അന്നത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പ്, അല്ലെങ്കിൽ അവർ സമ്പാദിക്കാൻ എന്തായാലും അവരും രാവിലെ ഇറങ്ങുന്നു. വൈകുന്നേരം ആകുമ്പോൾ അവർ വരുന്നു. മൃഗങ്ങളും അവർ ഇര തേടി പോകുന്നു, അവർ തിരിച്ചു വരുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ ശ്വസനവും എല്ലാ കാര്യങ്ങളും അവരും ചെയ്യുന്നുണ്ട്. അവർ സന്താനാത്പാദനം നടത്തും, മൃഗങ്ങളും നടത്തുന്നു, മനുഷ്യനും നടത്തുന്നു. മൃഗങ്ങളും ഉറങ്ങുന്നു, നമ്മളും ഉറങ്ങുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ മനുഷ്യന്റെ രീതി. അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്നോ, മറ്റുള്ളവർക്ക് സ്നേഹം പകരണമെന്നോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നോ, സ്വന്തം കാര്യം സിന്ദാബാദ്, അതാണ് ഇന്നത്തെ ഒരു മനുഷ്യന്റെ രീതി. ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഞാനുള്ള ഒരു കാര്യം പറഞ്ഞു. നമുക്ക് സത്യം പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, മനസ്സ് ബുദ്ധി അഹം. അഹത്തിന്റെ അർത്ഥം മനസ്സിലായി, ഞാൻ, എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ എന്നുള്ള ഭാഗം. മനസ്സും ബുദ്ധി അഹം. പിന്നെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ജ്ഞാനമുണ്ട്. പിന്നെ ജ്ഞാനം കഴിഞ്ഞാൽ പിന്നെ കർമ്മം. ഓരോരുത്തരും കർമ്മങ്ങൾ വ്യത്യസ്തമാണ്, അല്ലേ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഇയാൾ ഏത് കർമ്മം ചെയ്യുന്നത്? ഇയാൾ ഒരു ഇലക്ട്രീഷ്യനാണോ, പ്ലംബറാണോ, ടീച്ചറാണോ, ഗുരുവാണോ? ഇനി പിന്നെ ചിലപ്പം ഗുരുക്കന്മാരെ കണ്ടല്ലേ, ചിലപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി എന്തെങ്കിലും ഒരു കുറച്ച് കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട സ്റ്റെതസ്കോപ്പ് ഇട്ടാൽ നമുക്കറിയാം അത് ഡോക്ടറാണ്. അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ കണ്ട് അറിയത്തില്ല. അപ്പോൾ അവർ ഏത് കർമ്മം ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഇതൊക്കെ ഗോപ്യമായിട്ടല്ലേ, ഗുപ്തമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കർമ്മമായി 10 മനസ്സേ ബുദ്ധി അഹം, ശബ്ദം, ജ്ഞാനം, കർമ്മിനി 2 എണ്ണം കൂടെ. അടുത്ത തന്നെ പ്രാണനാണ്. അതന്നെ ഊർജ്ജം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉണ്ടായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. വർക്ക് ആൻഡ് എനർജി. ഇഫ് ദർ ഈസ് നോ എനർജി ദർ ഈസ് നോ വർക്ക്. വർക്ക് ഈസ് ദ റിസൾട്ട് ഓഫ് എനർജി ആൻഡ് എനർജി ഈസ് ദ കോസ് ഓഫ് വർക്ക് എന്നാണ് നമ്മളെ ഫിസിക്സ് പഠിപ്പിക്കുന്നത്. അതായത് ഊർജ്ജം ഉണ്ടെങ്കിലേ വർക്ക് നടക്കത്തുള്ളൂ, അതായത് കർമ്മം നടക്കുകയുള്ളൂ. അപ്പോൾ ഊർജത്തിന്റെ റിസൾട്ടാണ് കർമ്മം.
അല്ലെങ്കിൽ കർമ്മത്തിന്റെ കാരണമാണ് ഊർജ്ജം. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വയസ്സൊക്കെ അറിയാം. ഞാൻ ഈ പ്രായത്തിൽ ഊർജ്ജസ്വലയായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കാൻ തൊട്ട് തുടങ്ങുന്നതാണ് എൻ്റെ കർമ്മങ്ങൾ. ഞാൻ കിടക്കുന്ന മിക്കവാറും 2 മണിക്കാണ് കിടക്കുന്നത്. പക്ഷെ 4 മണിക്ക് എണീറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങും. അപ്പം തീരെ കുറച്ച് ഉറങ്ങുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ ഒന്നാമത് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഒരാളാണ്. കൂടാതെ ഞാൻ ഈ ഫേസ്ബുക്കിലൊന്നും ഇപ്പം ഞാൻ അധികം പോസ്റ്റ് ഇടുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഒരു ലൈവ് വരുന്ന കാരണം. പിന്നെ നമ്മുടെ യൂട്യൂബിൽ കഴിഞ്ഞ ഒരു 6-7 മാസമായതോളം ഞാൻ വന്നിട്ട് 1500 വീഡിയോ റീൽസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുക്കുന്ന സമയം വേണം. അത് ഡ്യൂട്ടിയിൽ ഇരുന്നിട്ട് ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനുള്ള ഊർജ്ജം എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിനകത്ത് പോസിറ്റീവ് ഊർജ്ജം ഉള്ളത് കൊണ്ടാണ്. അതായത് വിഷ്ണു ഊർജ്ജം എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ഊർജ്ജം. കാരണം ഞാൻ ചെറുപ്പകാലം തൊട്ട് വിഷ്ണു ആരാധകയാണ്, അല്ലെ വിഷ്ണു ഭഗവാന്റെ ഭക്തയാണ്. ചെറുപ്പം തൊട്ട് നാരായണ ഭക്തയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് എനിക്ക്. അപ്പം നമ്മൾ ഊർജ്ജം ഉണ്ട്. ആ ഊർജ്ജം തന്നെയാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. ഊർജ്ജം പ്രാണൻ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 8ാമത്തെന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ. അതാണ് എവിടെയാണ് എല്ലാവരുടെയും മാറ്റം വരുന്നത്. അവിടെയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. സ്വഭാവ ഗുണങ്ങൾ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവൻ ദേവനാണോ അസുരനാണോ, ഇവനൊരു കൊലപാതകിയാണോ, ഇവനൊരു നല്ല മനുഷ്യനാണോ, നന്മയുള്ളവനാണോ തിന്മയുള്ളവനാണോ, ഇവൻ ഏത് തരത്തിലുള്ള നമുക്ക് കണ്ടാൽ പറയാനേ പറ്റുകയില്ല. അപ്പോൾ അത് സ്വഭാവ ഗുണങ്ങൾ. ഇങ്ങനെ ഈ 8 കാര്യങ്ങൾ ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 10, 8, 18 തത്വങ്ങളിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് പഞ്ചഭൂതങ്ങൾ 5, പഞ്ചേന്ദ്രിയങ്ങൾ 5, 5, 5, 10. പിന്നെ 8 ഒന്നുകൂടെ പറയാം. മനസ്സ്, ബുദ്ധി, അഹം, ശബ്ദം, ജ്ഞാനം, കർമ്മം, പിന്നെ പ്രാണൻ അഥവാ ഊർജം, പിന്നെ സ്വഭാവ ഗുണങ്ങൾ. ഇത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്, ഒരു ജീവനിൽ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ഇതിനപ്പുറത്തൊരു സംഭവമേ ഇല്ല. ഇതിനകത്ത് പിന്നെ നമുക്ക് എന്താ പറയുക, ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കുക അത് അതിനകത്ത് പിന്നെ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, അതെല്ലാം ഈ വകുപ്പിൽ പെടുന്നതാണ്. ഇതിനകത്തുള്ളതാണ്. ഈ അഗ്നിയിലും പിന്നെ അഗ്നി നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കും, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഇതല്ലാതെ നമുക്കൊരു 19ാമത്തെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ 19നെ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ആ ശക്തി. അതിനെ നമ്മൾ അൾട്ടിമേറ്റ് യൂണിവേഴ്സൽ എനർജി എന്ന് പറയാം. അൾട്ടിമേറ്റ് യൂണിവേഴ്സൽ എനർജിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എനർജിയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്, ഊർജ്ജമാണ്. അത് എല്ലാവരിലും തുല്യമായിട്ട് ഇരിക്കണം. പക്ഷെ അതാരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ആർക്കും താല്പര്യമില്ല. ആർക്കും അവനവൻ ഈശ്വരനാണ്, അവനവൻ ഭഗവാനാണെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവനവൻ ദൈവമാണെന്ന് പറയുന്ന പോലും ആർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. അതിന്റെ ഉദാഹരണമല്ലേ നമ്മുടെ ഇപ്പൊ ഈ ഒരു ലൈവ് ക്ലാസ് വന്ന് എത്ര പേര് വരുന്നുണ്ട്. പക്ഷെ വീഡിയോ ഒക്കെ കുറച്ച് പേരെ കാണുന്നുണ്ട്. ഞാനൊരു എൻ്റെ വീഡിയോ ഒന്നും ആരും കാണണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരാളെ കണ്ടുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. 2 പേരും കണ്ടാലും ഹാപ്പിയാണ്. നമ്മൾ ഇതിനൊരു ഫലമേ ഇച്ഛിക്കുന്ന. കാരണം നമ്മുടെ ഭഗവാൻ പഠിപ്പിച്ചിരിക്കുന്നതിനെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം. അപ്പോൾ 18 തത്വങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ഈ 18 തത്വങ്ങളാണ്. പ്രപഞ്ചത്തിൽ ഈ 18 തത്വങ്ങളേ ഉള്ളൂ. 19ാമത്തെ തത്വം എന്ന് പറയുന്നത് സുപ്രീം ഗോഡ് നാരായണനാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, സമയം നോക്കട്ടെ, സമയം കൂടെ നോക്കി വേണം. ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഞാനങ്ങ് ഇലാബറേറ്റ് ചെയ്തു വെക്കുന്ന. ഓക്കെ, 15 മിനിറ്റ് 16 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുനർജന്മത്തെക്കുറിച്ചും ജാതകത്തെക്കുറിച്ചാണ്. പലർക്കും സംശയമാണ്, പുനർജന്മം ഉണ്ടോ ഇല്ലയോ, അത് സത്യമാണോ. ഇപ്പം ഞാൻ എത്ര പ്രൂഫ് സഹിതം പറഞ്ഞാലും പകുതി പേര് വിശ്വസിക്കില്ല. കാരണം ഭഗവാൻ പകുതി പേരെ ഇരുട്ടിലാണ് ഇരുത്തുന്നത്, പകുതി പേരെ വെളിച്ചത്ത് കൊണ്ടുവരത്തുള്ളൂ. അപ്പം പുനർജന്മത്തിനെ കുറിച്ചും ജാതകത്തിനെ കുറിച്ചും ഒരു കാര്യമാണ്. പല സംശയങ്ങളും ആൾക്കാർക്കുണ്ടാവും. അപ്പം നമുക്ക് ആദ്യം പുനർജന്മത്തെ കുറിച്ച് പഠിക്കാം. കാരണം ഈ ലോകത്ത് എല്ലാവരും വന്നവരോടൊക്കെ എനിക്ക് ഹരിയോം പറയണമെന്നുണ്ട്. കാരണം സമയം പോകും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരവും ഹരിയോം എല്ലാം പറഞ്ഞാണ്. അതുകൊണ്ട് ഇനി ഞാൻ ലാസ്റ്റിൽ പറയാം. ഓരോരുത്തരെ വിളിച്ച് പറയാത്തല്ല ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പുനർജന്മത്തെക്കുറിച്ച് ഇത് നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ഭഗവാനിലോട്ട് പോകണം. എല്ലാത്തിനും നമുക്ക് നാരായണനിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പിതാവായ നാരായണന് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ 2 തരം വസ്തുക്കളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവനും ഇല്ലാത്തവയും ജീവനുള്ളവയും. ആദ്യം സൃഷ്ടിക്കുന്ന ജീവൻ ഇല്ലാത്തവയാണ്, പിന്നീടാണ് ജീവനുള്ളവ ഉണ്ടാകുന്നത്. ജീവനില്ലാത്തവ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യം എന്നാണ് പറയുന്നത്. ദ്രവ്യം, മാറ്റർ. അപ്പൊ ഭഗവാൻ ഊർജ്ജമാണ്. മാറ്റർ ഈസ് കമ്മിങ് ഫ്രം, അല്ലെങ്കിൽ മാറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എനർജി. അത് മാറ്റർ എന്ന് പറയുന്ന ദ്രവ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് നമ്മൾ സയൻസിൽ നിന്ന് ഒരു പടി കൂടെ പുറമോട്ട് പോയാൽ മതി. അവിടെ എനർജി ആര് സൃഷ്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ഭഗവാൻ നാരായണൻ എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പം മാറ്റർ, ജീവനില്ലാത്തതാണ് നമ്മൾ മാറ്റർ എന്ന ദ്രവ്യം. അപ്പം ജീവനുള്ളവയാണ് പിന്നീട് സൃഷ്ടിച്ചതിനെ നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. ദൈവം ആദ്യം ജീവനില്ലാത്തവ, ദ്രവ്യം, ജീവനുള്ളവ എല്ലാത്തിനെയും ചേർത്ത്, അതായത് പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും സകല ഏകകോശമായ അമീബ തൊട്ട് ഏറ്റവും വലിയ ജീവിയായ ആനയും തിമിംഗലം വരെയുള്ള സകല
ജീവനുള്ളവയും ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് ദൈവങ്ങളുള്ളത്. എല്ലാം ദൈവങ്ങളായതുകൊണ്ടാണ് എല്ലാവരും പല പല ദൈവങ്ങളെ ആരാധിക്കും. പക്ഷെ ഇവർക്കാർക്കും സത്യദൈവമായ എല്ലാത്തിൻ്റെ മുകളിലുള്ള നാരായണനെ ഇവരാരും അറിയുന്നില്ല. അത്രയും ഒരു വ്യത്യാസമുള്ളൂ. കാരണം ഇവരിലെല്ലാം ഊർജ്ജമാണ് നാരായണൻ, എല്ലാത്തിലുള്ള ഊർജ്ജമാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രിക് ഗാഡ്ജറ്റ് ഉണ്ട്, ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഊർജ്ജം ഒന്ന് തന്നെയാണ്. അതുപോലെ ഈ ഭൂമിയിൽ ഉള്ള സർവ്വചരാചരങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ഊർജ്ജം ഒന്ന് തന്നെയാണ്. ആ ഊർജ്ജത്തെയാണ് നമ്മൾ നാരായണൻ എന്ന് പറഞ്ഞത്. മറ്റുള്ള ചിലപ്പോൾ യഹോവയെന്ന് വിളിക്കും, മിശിഹ എന്ന് വിളിക്കും, പല പേരുകൾ വിളിച്ചെന്നിരിക്കുക. എന്നാലും വേറെ രസമുണ്ട് ഇതിനകത്ത്. യഹോവ, മിശിഹ, അള്ളാഹു, മഹാവിഷ്ണു, മഹേശ്വരന്, ഇങ്ങനെ വായുഗുരു, ഇങ്ങനെ നമ്മൾ കുറേ വാക്ക് നോക്കിയാൽ ഇതൊരു ഹാ കാണാം, ഒരു ഹാ. എല്ലാവരും ശ്രദ്ധിച്ച് അള്ളാഹു, അല്ലെങ്കിൽ മഹാവിഷ്ണു, മഹേശ്വരൻ, മഹാദേവൻ, പിന്നെ യഹോവ, മിശിഹ, ഹാ ഉണ്ട്. നമ്മൾ ആ ഹാ മാത്രം എടുത്തുള്ളൂ, അതാണ് ഹരി. ഓക്കെ, ഹരിയോ. ഓക്കെ. അപ്പം ഭഗവാൻ രണ്ടുതരം വസ്തുക്കളെ ആദ്യം സൃഷ്ടിച്ചു. ആദ്യ സൃഷ്ടിയുടെ ആദ്യം ദ്രവ്യത്തെയും ദൈവത്തെയും. ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ളവ, ദ്രവ്യം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ. അപ്പൊ ദ്രവ്യം എല്ലാം ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ്, അല്ലെ? എവറി മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് എന്നാണ്. അത് ആറ്റം കൊണ്ടാണ് ഭഗവാന് ദ്രവ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആറ്റത്തിനകത്ത് 3 കണങ്ങളുണ്ട്. ഇന്നലെ പറഞ്ഞത് ഞാൻ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അതാണ് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തെയും, അതായത് ജീവനുള്ളയും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അത് കോശം കൊണ്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കോശത്തിൽ ഉണ്ട് 3 തരം കണങ്ങൾ. ആ 3 തരം പോസിറ്റീവ്, നെഗറ്റീവ്, 0 എന്ന് പറയുന്നതാണ് വിഷ്ണു, ശിവൻ, മഹേശ്വരൻ എന്ന് പറയുന്ന 3 എണ്ണം. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. നന്മയെന്നും തിന്മയെന്നും സമ്മിശ്രം എന്ന് പറയാം, പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ന്യൂട്രൽ എന്നും പറയാം. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ത്രിയേകദൈവമാണ് നാരായണൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ഈ 3ആയിട്ടിരിക്കണത് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന്റെ തൊട്ട് വിഷ്ണു, ബ്രഹ്മ, മഹേശ്വരന്മാരായിട്ടിരിക്കുകയാണ് ഭഗവാൻ നാരായണൻ. ഇത് 3 ചേർന്നെങ്കിൽ മാത്രമേ നാരായണൻ പൂർണ്ണമാകത്തുള്ളൂ. അല്ല ഒന്നായിട്ടൊന്നും ഒരിക്കലും പൂർണ്ണമാവില്ല. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം കൊണ്ട് ഒരിക്കലും നമ്മുടെ ശരീരം പൂർണ്ണമാകുന്നില്ല. മുഴുവൻ ചേർന്നെങ്കിലല്ലേ നമ്മുടെ ശരീരം പൂർണ്ണമാവുകയുള്ളൂ. അപ്പം ഭഗവാൻ ദ്രവ്യത്തെയും ദൈവത്തെയും സൃഷ്ടിച്ചു. ദ്രവ്യത്തിന് 3 അവസ്ഥകളുണ്ട്. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രവം, വാതകം. നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സയൻസാണ് പറയുന്നത് കേട്ടോ, പഠിപ്പിക്കുന്നത്. വെള്ളത്തിന് 3 രൂപങ്ങളുണ്ട്, അല്ലേ? ഖരം രൂപത്തിൽ ഐസ് ഉണ്ട്, ദ്രവരൂപത്തിൽ ജലം തന്നെ ഉണ്ട്, പിന്നെ വാതക രൂപത്തിലെന്ന് പറഞ്ഞാൽ നീരാവിയാണ്. അപ്പോൾ ഈ 3 എണ്ണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ആയി. ഇതിനൊരിക്കലും നാശമില്ല. ഈ ഭൂമിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചം ഇനിയും ഡിസോൾവ് ആകുമ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് അങ്ങ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് പോയി അവിടെ നിൽക്കും. നമുക്ക് ഈ വെള്ളമായിട്ട് കാണാൻ പറ്റത്തില്ല, ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട്. അപ്പം ജീവനില്ലാത്തപ്പോൾ 3 അവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഖരമായിരിക്കുന്ന ഐസ് വെള്ളമാകുന്നു, വെള്ളം വീണ്ടും അത് നീരാവിയാകുന്നു, വീണ്ടും നീരാവി തണുത്ത് അത് വീണ്ടും പിന്നെ ജലമാകുന്നു, പിന്നെ ജലം തണുത്തുറയുമ്പോൾ അത് ഐസാകുന്നു. അപ്പോൾ ഒരു ഊർജ്ജമാണ്. അപ്പോൾ അതിനകത്തൊരു ഊർജ്ജം പ്രവർത്തിക്കുന്നുണ്ട്, അഗ്നിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ഊർജ്ജം കൊണ്ടാണ് ഇത് ഓരോ മാറ്ററും ഇങ്ങനെ 3 അവസ്ഥയിലേക്ക് പരസ്പരം കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ ലോഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ സ്വർണ്ണം ഉരുക്കുമല്ലോ, നമുക്കറിയാം. ഏതൊരു വസ്തു എടുത്താലും അത് ഉരുകി ദ്രാവകമാകും. ഇപ്പം ഭൂമിയുടെ കാര്യം പറഞ്ഞാൽ അതുപോലെ ഉരുകുന്നതാണ്. അതല്ലേ നമുക്ക് ലാവയൊക്കെ നമ്മൾ കണ്ടില്ല, അഗ്നിപർവ്വതം പൊട്ടുന്നുണ്ടെങ്കിൽ ഭൂമിയൊക്കെ ഉരുകി ലാവയായിട്ട് മാറും, വെള്ളമായിട്ടും. അപ്പം എല്ലാത്തിനും 3 അവസ്ഥയുണ്ട്. അതേ അവസ്ഥയാണ് ദൈവങ്ങൾക്കും. അതിന് 3 അവസ്ഥയുണ്ട്. അതിന് ജനനമെന്നും ജീവിതമെന്നും മരണമെന്നും നമ്മൾ പറയും. ഇതും പരസ്പരം കൺവേർട്ട് ആവും. ഇതെല്ലാം ഊർജ്ജമാണ്. അപ്പം കൺവേർട്ട് ആവാതിരിക്കും. നമ്മളെല്ലാം ഊർജ്ജമല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിനൊന്നും നാശമില്ല. ഇതിങ്ങനെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് പറയേണ്ടത്, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, ഒരു പ്രിൻസിപ്പളിന്റെ കാര്യം ഞാൻ അത് പറയാൻ വിട്ടുപോയി, സോറി. ഒരു സ്പിരിച്വൽ ഫ്യൂഷനിൽ കൂടെയാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കുന്നത്. 28 ദിവസം കൊണ്ടാണല്ലോ. അതിനി പറയാനും ഇനി എന്തെങ്കിലും പറയാൻ പറ്റും, ജാതകം പറയുമ്പോൾ പറയാം. അപ്പം നമ്മുടെ ശരീരം സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന്റെ പേരാണ് പിന്നെ സ്പിരിച്വൽ ഫ്യൂഷൻ. അതായത് ഈ പഞ്ചഭൂതങ്ങളെ 5നെയും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഫ്യൂസ് ചെയ്യുകയാണ്. അതിനെല്ലാം യോജിപ്പിച്ചാണ്, എനർജി കൊണ്ട് യോജിപ്പിച്ചാണ് നമ്മുടെ ശരീരം 280 ദിവസം കൊണ്ട് പിന്നെ ഇത് എന്താ പറയുന്നത് തയ്യാറാകും, നമ്മുടെ ശരീരം സൃഷ്ടിക്കുന്നത്. അതുപോലെ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വൽ ഫിഷൻ ആവും. നമ്മുടെ എല്ലാ ശരീരം അങ്ങ് വിഘടിക്കുകയാണ്. എല്ലാം വിഘടിച്ച് നമ്മൾ ജലമായിട്ട് പോകും, വായുവായിട്ട് പോകും, അഗ്നിയായിട്ട് പോകും. അങ്ങനെ നമ്മുടെ ശരീരം വിഘടിക്കും. നമുക്കാർക്കും നാശമില്ല. നമ്മുടെ ശരീരം നശിക്കുന്നതെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. എല്ലാം ഇവിടെ കൺവേർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ഊർജ്ജമായിട്ട്. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദ്രവ്യം എന്ന് പറയുന്നത് 3 അവസ്ഥയിൽ പരസ്പരം കൺവേർട്ട് ചെയ്യുന്നു. ആസ് ഇറ്റ് ഈസ് എനർജി can be converted from one form to another, and energy cannot be destroyed, it cannot be created, nor it cannot be
ഡിസ്ട്രോയിഡ്. എനർജിയെ നിർമ്മിക്കാനും സാധ്യമല്ല, നശിപ്പിക്കാനും സാധ്യമല്ല. അപ്പൊ എനർജി ആയതുകൊണ്ട് തന്നെ എല്ലാം മൂന്നിലും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾ 3 അവസ്ഥയിൽ കൺവേർട്ട് ചെയ്യുമെങ്കിൽ ജീവനുള്ളവയ്ക്ക്, അതായത് നമ്മളാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ, നമുക്കാർക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇതിന്റെ ഒരു ഉത്തരം നിങ്ങൾ തരണം. ജീവനില്ലാത്തവ സ്വയം 3 അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ ജീവനുള്ളവയ്ക്ക് ഈ 3 അവസ്ഥയിലേക്ക് മാറാൻ പറ്റില്ല. അതായത് ജനനത്തിൽ നിന്നും ജീവിതത്തിലേക്കും, ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കും, പിന്നീട് മരണത്തിൽ നിന്നും ജനനത്തിലേക്കും, ജനനത്തിൽ നിന്നും ജീവിതത്തിലേക്കും അങ്ങനെ പരസ്പരം മാറാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ എന്താ വെച്ചാൽ ബിക്കോസ് വി ആർ ഓൾ എനർജീസ്, നമ്മളെല്ലാം എനർജി ആയതുകൊണ്ട് ഇത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. അതിനാണ്, അതായത് നമ്മൾ ജനിക്കുമ്പോൾ ജലത്തിലാണ് ജനനം, ഭാരത്തിലാണ്, നമ്മുടെ അമ്മയുടെ വയറ്റിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് നമ്മുടെ ജനനം, ആണല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ആ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ജനിക്കുന്ന നമ്മൾ ആദ്യം ഇരിക്കുന്നത് ദ്രാവകാവസ്ഥയിലാണ്. നമ്മളൊരു വിയർ ഇൻ ദ ലിക്വിഡ് സ്റ്റേജിലാണ് നമ്മൾ ജനിക്കുന്നത്. ആ ജനനം എന്ന് പറയുന്നതിന് നമുക്ക് വേണേൽ പറയാം നമ്മൾ വിഷ്ണുവിലൂടെ ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സോളിഡ്, നമ്മുടെ ശരീരം ഒരു കട്ടിയുള്ള ഒരു വസ്തുവായിട്ട് മാറി, അല്ലെ? അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നപ്പം പുറത്ത് വരുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ തലയൊക്കെ, ഞാനൊരു അമ്മയതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അതിന്റെ തലയെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഈ കോഴി മുട്ടയൊക്കെ ഇടുന്ന സമയം നിങ്ങൾ പോയി തൊട്ട് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് തോന്നുന്നു അത് പൊട്ടിപ്പോകുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കടക്കാന്ന് പറഞ്ഞാൽ അതങ്ങ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടായി വരുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ജലത്തിൽ നിന്നെങ്കിലേ നമ്മൾ പൊട്ടി പുറത്ത് വരുന്നത്. അപ്പം പിന്നീട് നമ്മൾ സോളിഡായി മാറുക. അതാണ് ഒരു ബ്രഹ്മാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് നമ്മൾ എന്താ പറയുന്നത്, മരിക്കുമ്പോൾ നമ്മൾ ശിവന്റെ അവസ്ഥയിലോട്ട് പോകുന്നു. അതായത് ഒരു സ്പിരിച്വൽ എനർജി ആയിട്ട് നമ്മൾ വാതകമായിട്ട് അങ്ങ് മാറുവാണ്. അതായത് നമ്മൾ സോളിഡ് ആയിരുന്നു, നമ്മൾ അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ഊർജ്ജമാണ് വെളിയിൽ പോകുന്നത്. ശരീരം ഇവിടെ വിടും, ഊർജ്ജം പുറത്തു പോകും. ഇതിന് ഈക്വലന്റ് ആയിട്ട് ഒരു സയൻസിലൊരു പ്രോസസ്സ് ഉണ്ട്. എനിക്ക് എൻ്റെ മലയാളം വേർഡ് എനിക്ക് അറിഞ്ഞൂടെ, സബ്ലിമേഷൻ എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും സബ്ലിമേഷൻ്റെ മലയാളം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാള മീഡിയത്തിലാണ് പഠിച്ചത്. പിന്നെ കോളേജിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം, പിന്നെ സ്കൂളിൽ പഠിച്ചത് മലയാളം മീഡിയത്തിൽ, സ്കൂളിൽ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പം ചില വാക്കുകൾ നമ്മൾ മലയാളത്തിൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് സോളിഡ് ഡയറക്ട്ലി ചേഞ്ച് ടു ദ ഗ്യാസ് സ്റ്റേറ്റ്. ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഗ്യാസായി മാറുന്ന ഒരു പ്രവൃത്തിയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ല ഐസ് എന്ന് പറയുന്നത് വെള്ളമായിട്ടാണ്, ദ്രാവകമായിട്ടാണ് അത് വാതകമാകുന്നത്. പക്ഷെ എന്നാൽ ചില വസ്തുക്കൾ സബ്ലിമേറ്ററി സബ്സ്റ്റൻസ് എന്ന് പറയും. അത് എന്താ പറയുന്നത്, സോളിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് ഗ്യാസായി മാറും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അതങ്ങ് നേരിട്ട് അങ്ങ് കത്തി അങ്ങ് തീരുകയാണ്, അല്ലേ? അതുപോലെ വേറൊരു സാധനമുണ്ട്, അയഡിൻ എന്ന് പറയുന്ന ഒരു സാധനം. അയഡിന് അത് നമുക്ക് പരീക്ഷണശാല, അത് കെമിസ്ട്രി ലാബിലൊക്കെ കിട്ടുന്ന അയഡിന്, ചിലപ്പം കടയിലൊക്കെ കിട്ടുമായിരിക്കും. അയഡിനും അതുപോലെ കത്തിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നേരെ ഗ്യാഷ്യസ് ആയിട്ട് മാറും എന്ന് പറയുന്ന ഒരു സബ്ലിമേഷൻ പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അതിനെ നമുക്കൊരു സ്പിരിച്വൽ ഫ്യൂഷൻ എന്ന് പറയാം. ആദ്യം സ്പിരിച്വൽ ഫ്യൂഷനിൽ കൂടെ നമ്മൾ ജനിച്ചു. സ്പിരിച്വൽ ഫ്യൂഷനിൽ കൂടെ നമ്മളെല്ലാം വിഘടിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിഘടിച്ച് പലതിലോട്ടും പോവുകയാണ്. എനിക്കിപ്പോൾ ആരും മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിഷമമില്ല. കാരണം ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ജനിച്ച പിന്നെ ജീവിതമുണ്ട്, ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമുണ്ട്. ഇത് മൂന്നും പരസ്പരം ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇറ്റ് ഈസ് എ സർക്കിൾ, അതൊരു ചക്രമാണ്, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിനെ പുനർജന്മം എന്ന്. അപ്പം നമ്മൾ മരിച്ചുപോയി, നമ്മുടെ ഊർജ്ജം ഇവിടെ കിടക്കുകയാണ്. പിന്നീട് അനുകൂല സാഹചര്യം വരുമ്പോൾ അത് വീണ്ടും മാതൃഗർഭത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ട് നമ്മുടെ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നമ്മളെ സൃഷ്ടിക്കുന്നു. അപ്പം പുനർജന്മം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം ദ്രവ്യവും ദൈവവും രണ്ടിനും 3 അവസ്ഥകളുണ്ട്. ദൈവത്തിന് 3 അവസ്ഥകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് 3 അവസ്ഥകളുണ്ട്. അതാണ് ജനനം, ജീവിതം, മരണം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കട്ടെ, ഇനി ആ ജാതകത്തിനെ കുറിച്ച് പറയാനാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കാം. 26 മിനിറ്റ് ആയി കേട്ടോ. എന്നാലും ഞാൻ അത് പറഞ്ഞു തീർക്കാം. ഇനി നോക്കിയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് എൻ്റെ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ഇനി ജാതകം എന്ന് പറഞ്ഞത്, അപ്പം നമ്മൾ മരിച്ചുപോയി, നമ്മുടെ ആത്മാവെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അത് ശരിക്കും ഭഗവാനാണ്, നമ്മുടെ ഊർജ്ജമാണ്. ആത്മാവെന്നല്ല. നമ്മളിപ്പം പ്രസന്റ് ടൈമിൽ നമുക്കിങ്ങനെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഊർജ്ജമായതുകൊണ്ട് നമ്മുടെ ഊർജ്ജം അങ്ങ് വേർപെട്ട് പോവുകയാണ്. അപ്പം ഊർജ്ജമായിട്ട് മാറുന്നത്. പക്ഷെ ഈ ഊർജ്ജം നമ്മളിന്ന് ഇറങ്ങുമ്പം നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾ എന്തെല്ലാം ചെയ്താലും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് കർമ്മം ചെയ്താലും എന്താ സംഭവിക്കുക, അത് ഭഗവാൻ അപ്പോഴപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. CCTV ക്യാമറയുമായിട്ട് ആൾ ഉള്ളിലിരിപ്പുണ്ട്. അവിടെ നിന്ന് അപ്പോഴപ്പോഴ് ആ കമ്പ്യൂട്ടറിൽ അങ്ങ് റെക്കോർഡ് ചെയ്യണം. നീ ഇത് ചെയ്തു, അത് ചെയ്തു, നീ അവരെ പീഡിപ്പിച്ചു, നീ അവരെ കളിയാക്കി, നീ അവരുടെ എന്താ പറയുന്നത് വസ്തു തട്ടിപ്പറിച്ചു, നീ അവിടെ പണം മോഷ്ടിച്ചു, അല്ലെ? നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലതായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ എല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്തോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ അത് മുഴുവനും ഭഗവാനിൽ റെക്കോർഡാവുകയാണ് നമ്മുടെ കർമ്മം. ഈ കർമ്മം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പോയി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ഇവിടെ തന്നെ കിട്ടും, ചിലപ്പം കിട്ടത്തില്ല.
ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും, അങ്ങനെ പെട്ടെന്ന് മരിക്കത്തില്ല, അത് സമയമാകുമ്പോഴേ മരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളെ കർമ്മഫലവുമായിട്ട് അങ്ങ് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് നമ്മൾ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നില്ല, ശരിയാണ്. നമ്മൾ സ്വർഗം നരകം എന്ന് പറയുന്നത് ഒന്ന് സ്വർഗം, ഭൂമി, പാതാളം. സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള സ്പേസ് ആണ് സ്വർഗം. പാതാളം അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നത് ഭൂമിയുടെ താഴോട്ടുള്ള സ്പേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, ഇവിടെ രണ്ടിടത്ത് തന്നെ പോകാൻ 2 വഴിയുണ്ട്. അതായത് ഈ ദുഷ്കർമ്മം ചെയ്തവർക്ക്, അതായത് കൊലപാതകം, കശാപ്പ്, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർക്ക് പോകാനുള്ള വഴിയാണ് ബർമുഡ ട്രയാങ്കിൾ കൂടെ താഴോട്ട് വിടുകയാണ്. ആർക്കെങ്കിലും അറിയാമോ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പാതാളത്തിലേക്കുള്ള വഴിയാണെന്ന്? എല്ലാ ആത്മാക്കളും എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. അതിങ്ങനെ വെള്ളത്തിൽ ലയിച്ചിട്ട് അത് അങ്ങോട്ടങ്ങ് പോകും. അവരൊക്കെ അങ്ങ് നരകത്തിലോട്ട് പോകും, പാതാളത്തിലോട്ട് പോകും. പിന്നെ നന്മയൊക്കെ ചെയ്തവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ ഒരു ഓസോൺ ഹോൾ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അത് ആത്മാക്കൾക്ക് പുറത്തു പോകാനുള്ളത്. ഫ്രീ ആയ ആത്മാക്കൾ, അതായത് സാൽവേഷൻ അഥവാ വിടുതൽ, മുക്തി, മോക്ഷമൊക്കെ കിട്ടിയവരുണ്ടല്ലോ, നേരെ അവിടെ നിന്ന് മേലോട്ട് പോയിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് അവർ ഇവിടെ കിടക്കും. എന്നാലും അവർക്ക് ജനിക്കേണ്ടി വരും. അപ്പം നമ്മുടെ കർമ്മഫലമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഈ പോകുന്ന സമയത്ത് നമ്മുടെ ഈ കർമ്മഫലം കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വളരെ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ഇതുപോലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. ആരും ദൈവത്തിൽ അങ്ങനെ പോയി ചേരുന്നു എന്നില്ല. ദൈവം എന്ന് പറയുന്നത് എല്ലാവരും സർവ്വവ്യാപി. അപ്പം പിന്നെ നമ്മുടെ പാതാളത്തിൽ ചെന്ന് ചേർന്നാൽ ദൈവത്തിന്റെ ദൈവം അല്ലെങ്കിൽ നാരായണനെ തന്നെയാണ് ചേരുന്നത്. ഭഗവാന്റെ കാലിന്റെ ഭാഗമാണ് പാതാളം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കർമ്മഫലമായിട്ട് പോയി. അപ്പം നമ്മൾ പിന്നീട് നമ്മൾ ജനിക്കേണ്ട ഒരു സമയം വരും. അതായത് നമുക്കറിയാമല്ലോ, ഈ വിത്തൊക്കെ ഇറക്കാൻ ഒരു സമയമുണ്ടല്ലോ, മഴക്കാലവും ഒക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ വിത്തിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തിൽ അത് നമ്മുടെ ഈ ജീവൻ പ്രവേശിക്കുന്ന എങ്ങനെയാണ്? അത് പുരുഷനിൽ കൂടെയാണ് പ്രവേശിക്കുന്നത്. പുരുഷൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ, ചിലപ്പോൾ ശ്വസിക്കുന്ന വായുവിൽ കൂടെ, അങ്ങനെ പല രീതിയിൽ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ ഒക്കെ ഈ ജീവാത്മാവെന്ന് പറയുന്ന ആ സാധനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് പിന്നീട് അത് രക്തത്തിൽ കൂടെ ഒക്കെ കലർന്ന് നമ്മുടെ എന്താ പറയുന്ന സ്പേമിൽ വന്ന് ചേരുകയാണ്, അല്ലെ സ്പേം ഉണ്ടാകും, അതിൽ വന്ന് ചേരുകയാണ്. സ്പേം ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇതിൽ വന്ന് പ്രവേശിക്കും. ഇതൊക്കെ സൂക്ഷ്മമായ കാര്യം, ഇതൊന്നും ആർക്കും കാണാൻ സാധിക്കില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ലക്ഷക്കണക്കിന് കോടാനുകോടി പിന്നെ സ്പേമാണ് ഒരു സമയം ഒരു പുരുഷനിൽ നിന്ന് ഇജക്ട് ചെയ്യുന്നത്. അതിനകത്ത് 1 or 2 കൂടിയെന്ന് എപ്പോഴും 1 ആയിരിക്കും പിന്നെ ഫെർട്ടിലൈസേഷന് വിധേയമാകുന്ന, ബാക്കിയുള്ളതൊന്നും ആവാറില്ല. ഈ ഫെർട്ടിലൈസേഷന് വിധേയമാകുന്ന ആ പുള്ളിക്കാരനോ പുള്ളിക്കാരി ആയിരിക്കും അതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് ആ പുള്ളിക്കൊരു സ്പീഡുണ്ട്, എങ്ങനെയെങ്കിലും ജനിച്ചൊരു ഗർഭപാത്രത്തിൽ കയറണം. അങ്ങനെ അത് കയറി അപ്പോഴത്തേനും പിന്നെ ഭഗവാൻ അവിടെ സ്പിരിച്വൽ ഫ്യൂഷൻ തുടങ്ങും. അച്ഛൻ്റെ അമ്മയുടെ ഓരോ കോശങ്ങളെ, അത് X എന്നോ Y എന്നോ XX എന്നോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആ 2 കോശങ്ങൾ നമ്മളിവിടെ പറയുന്നത് അത് ചിലപ്പം പ്രകൃതിയും പുരുഷനുമാണ്. അതായത് പിന്നെ പുരുഷനെന്ന് പറയുന്നത് ആത്മാവ്, ശരീരം എന്ന് പറയുന്നത് സ്ത്രീയായിട്ട് നമുക്ക് കണക്കാക്കാം. പ്രകൃതിയിൽ നിന്നും പുരുഷനുള്ള ആ ക്രോമസോമുകളോ അതെന്തായിക്കോട്ടെ അത് ഒന്നിച്ച് ചേർന്നതിന് ശേഷം ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന തൊട്ട് പിന്നെയുള്ള വർക്ക് മുഴുവൻ ഭഗവാനാണ് ചെയ്യുന്നത്. ഭഗവാൻ വീണ്ടും പഞ്ചഭൂതങ്ങളിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിനെ സൃഷ്ടിച്ച് നമ്മുടെ കർമ്മഫലം കൂടെ ഉണ്ടല്ലോ കൂടെ, അതനുസരിച്ചിട്ടാണ് ആണ്, പെണ്ണ്, ബുദ്ധിമാനോ മന്ദബുദ്ധിയോ അല്ലെങ്കിൽ നല്ലവനോ മോശമായവനോ യോഗിയോ ഭോഗിയോ പിന്നെ സന്യാസിയാവാനുള്ളവനാണോ, അല്ലെ അവൻ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, അല്ലെങ്കിൽ കുള്ളനാണോ, ഒരുപാട് ഹൈറ്റ് ഉള്ളവനാണോ, ആജാന ബാഹുവാണോ, അന്ധനാണോ, ബധിരനാണോ, മൂകനാണോ, ഇങ്ങനെ പല രൂപത്തിൽ നമ്മളെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അയ്യോ അവർക്ക് എന്താ അങ്ങനെ വന്നത്? കാരണം ഒരു കാരണമില്ല, തീയില്ലാതെ പുകയുണ്ടാവത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഭഗവാൻ എല്ലാം നമ്മളെല്ലാം മക്കളാണ്, ഒരു കാര്യം സംശയമില്ല. ആരോടെങ്കിലും ഭഗവാൻ പ്രത്യേകിച്ച് വിരോധം വരുമോ? അങ്ങനെ ഒരു വ്യക്തിയോട് ഭഗവാൻ വിരോധമുണ്ടോ? നീ പോയി അവിടെ നരയിക്കുക, നിനക്ക് ഞാൻ രോഗം തരുകയാണ്, നീ പോയി, ഒരു കാരണമില്ലാതെ ആരെയും ഒരു ന്യായാധിപനെ ശിക്ഷിക്കയില്ല. ഒരു കാരണം ഉണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മഫലത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന അന്ധന്മാരെയും ബധിരന്മാരെയും മൂകന്മാരെയും മന്ദബുദ്ധികളെയും ഈ പിന്നെ ഭിന്നശേഷിക്കാരെയും അങ്ങനെ ധാരാളം പേരെ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്ത് അവർ ചെയ്ത് ആ തെറ്റിന്റെ ഫലമായിട്ടാണ് അവർ വന്ന് ഈ ലോകത്തിൽ ഇത് അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ കർമ്മം പൂർത്തിയാകുമ്പോൾ അത് പിന്നെ എന്താ പറഞ്ഞാൽ അവരിവിടുന്ന് തിരിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ഇപ്പം ഞാൻ ജനിക്കുന്ന സമയത്ത് അതായത് 1963 എൻ്റെ ജനനം. എനിക്കൊന്ന് 62 നമ്മൾ അമ്മയുടെ ഗർഭത്തിലൊക്കെ പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെ 1960 പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 300 കോടിയേ ഉള്ളായിരുന്നു. ഇന്ന് ഏകദേശം 900 കോടി, 3 ഇരട്ടി അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ജീവാത്മാക്കളെ അല്ലെങ്കിൽ ഭഗവാൻ ഒരുപാട് രൂപത്തിലൂടെ വന്നിട്ടുണ്ട്. ഗായകർ, പണ്ട് ഇത്രയും ഗായകരുണ്ട്, ആകെ ഒരു യേശുദാസ് അല്ലായിരുന്നു. ഇന്ന് മുട്ടിന് എല്ലാ സ്ഥലത്തും ഗായകരാണ്. ഉള്ള പിള്ളേരെല്ലാം ഗായകരും നർത്തകരും എല്ലാവരും. കാരണം കലിയുഗത്തിന്റെ അവസാനം ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, ലോകാവസാനം ആകുമ്പോൾ എന്താ പറയുക, കുഴിയിൽ നിന്ന് എല്ലാ മനുഷ്യരും പുനർജനിക്കുമെന്ന് പറയുന്നുണ്ട്. കർത്താവ് വരുന്നുണ്ടെ എല്ലാവരും ജനിക്കുമെന്ന് പറഞ്ഞു.
നമുക്കറിയാം മണ്ണടിഞ്ഞു പോയവരുടെ ശരീരമേ പോയി, ഇനി അവരെങ്ങനെയാണ് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ്, അതൊരിക്കലും നടക്കില്ല. അപ്പോൾ അവരെല്ലാം പുനർജനിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഈ ഭൂമി കാണുന്ന സകലതും പുനർജന്മങ്ങളാണ്. നമുക്ക് ദേവന്മാരെ കാണാം, നന്മയുള്ള മനുഷ്യരാണ് ദേവന്മാർ. അസുരന്മാരെ കാണാം, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ വെറുപ്പിക്കുന്ന ആൾക്കാരൊക്കെ അസുരന്മാരാണ്. ദേവന്മാർ വന്നിട്ടുണ്ട്, അസുരന്മാർ വന്നിട്ടുണ്ട്, സാധാരണ മനുഷ്യർ വെറും പച്ച മനുഷ്യരായിട്ടുള്ളവർ വന്നിട്ടുണ്ട്, ഗന്ധർവന്മാർ വന്നിട്ടുണ്ട്. പാട്ടുകാരൊക്കെ ഗന്ധർവന്മാരാണ്. പിന്നെ അപ്സരസ് ഡാൻസുകാർ, എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും ഡാൻസ് ചെയ്യുന്ന നല്ല നർത്തകരായിട്ട്. അപ്പോൾ എല്ലാവരും വന്ന് ഭൂമിയുടെ അവസാനം, അതായത് കലിയുഗം തീരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ എല്ലാ സാഹചര്യങ്ങളും, ഇവിടുത്തെ എല്ലാ എന്താ പറയുന്ന സൗകര്യങ്ങളും എൻജോയ് ചെയ്യാൻ, അതെല്ലാം അനുഭവിക്കാൻ എല്ലാ ആത്മാക്കളും ഇവിടെ വന്നു ചേർന്ന്. ഇവിടെ രാക്ഷസന്മാരുണ്ട്, നമുക്കറിയാമല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരൊക്കെ രാക്ഷസനല്ലെന്ന് അവരെന്താ പറയുക. അപ്പോൾ രാക്ഷസന്മാരെല്ലാം വന്നു, കിന്നരന്മാരെല്ലാം വന്നു. ഭൂമിയിൽ എത്ര കിന്നരന്മാരുണ്ട്, അവർ മൊത്തം വന്നു. കിന്നരൻ എന്ന് പറഞ്ഞാൽ ഹിജഡയാണ്, ട്രാൻസ്ജെൻഡറിനെയാണ് കിന്നരന്മാരെന്ന് പറയുന്നത്. അവരെ നമ്മൾ ക്ലീബോ എന്നും പറയാറുണ്ട്. അങ്ങനെ ഇന്ന് വരെ ഭൂമിയിൽ എത്ര തരം മനുഷ്യരുണ്ടായിരുന്നു, അവരെല്ലാം വന്നു ചേർന്ന് കഴിഞ്ഞു. ഇനി കുറച്ച് പേരും കൂടെ വരാൻ, ഇനി വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇനിയിപ്പം കലിയുഗം തീരാൻ പോവുകയല്ലേ. ഈ ഉള്ളവർ തന്നെ ഇതിനകത്ത് ധാരാളമാണ്. അപ്പം എല്ലാവരും വന്നു കഴിഞ്ഞു, എല്ലാവരും പുനർജനിച്ച് കഴിഞ്ഞു. അപ്പം പുനർജന്മം ഉണ്ട്. ഇതൊരു അസുരനോട് പറഞ്ഞ അസുരൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നന്മയുള്ളവരും ബുദ്ധിയുള്ളവരും അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഞാൻ ഒരു അവകാശം, എൻ്റെ അടുത്തൊന്നും പ്രൂഫ് തരാനൊന്നുമില്ല. ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ദ്രവ്യങ്ങൾക്ക് 3 അവസ്ഥയിലൂടെ പരസ്പരം മാറാൻ പറ്റുമെങ്കിൽ ദൈവങ്ങൾക്കും പരസ്പരം 3 അവസ്ഥയിലേക്ക് മാറാം. അതാണ് ജനനം, ജീവിതം, മരണം. ഇന്ന് ഇത്രയും മതി, ധാരാളമായി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇത് ആത്മീയ കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തൽക്കാലം ഞാൻ നിർത്തുകയാണ്. സമയം കുറേ ആയിട്ടുണ്ട്. ഞാൻ അത് സാരമില്ല, 4 മിനിറ്റ് കൂടുതലായി. ഇപ്പം നമുക്ക് എല്ലാവരും, മോൻസൺ ജോർജ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹം എൻ്റെ കൂടെ പ്രീ ഡിഗ്രി തൊട്ട് ഡിഗ്രി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ച മോൻസൺ ജോർജ് കണ്ണ, നമസ്കാരം, ഹരിയോം. പിന്നെ അനൂപ് തൊടുപുഴ കണ്ണ, ഹരിയോം ഹരിയോം ഹരിയോം. ശശികണ്ണ, ഹരിയോം. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേ ശയനം, ശങ്കരാചാര്യർ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. അത് വിശ്വസിക്കാവുന്നവർ വിശ്വസിക്കുമ്പോൾ നിങ്ങളിത് വിശ്വസിച്ചിട്ടോ എനിക്കൊരു നേട്ടവും ഇല്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കാതിരുന്നിട്ടും എനിക്ക് യാതൊരു നേട്ടവും ഇല്ല. ഞാനൊരു സത്യം പറഞ്ഞ് ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. ഇന്നലത്തെ മുമ്പ് ഞാൻ ചെല്ലിയ കീർത്തനത്തിൻ്റെ ബാക്കിയാണ്. ഇതൊരു അവതാര കീർത്തനമാണ്. ലാസ്റ്റിൽ അതിൻ്റെ ഞാൻ ഭാഗവത കീർത്തനം 4-ാം പാദമാണ്. അത് ഞാൻ കുറച്ച് ചൊല്ലി കൂ വരച്ച്, ഞാൻ കേ വെച്ച് നാരായണായ തൊണ്ട. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിട്, കെട്ടുകളോ ഫലഭുക്തിയാധീനം കേട്ടാതിനിയും നാരായണ ജയ. കേൾക്കണമെളുതായുണ്ടു രഹസ്യം, ദുഷ്കൃതവും നിജ സുഹൃതവുമല്ല കാൽക്കൾ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം നാരായണ ജയ. ഞാൻ സോറി കേട്ടോ, ഞാനത് ആദ്യത്തെ പാദം 2 കൂടി തെറ്റിച്ച് കേട്ടോ. ഞാനിത് കൽപ്പേരിനോര് ഇത് വംശേ പിറന്ന് ഹരിമുൽപ്പാരരേവ പരിപാലിച്ചു കൃഷ്ണൻ അപ്പാഴരെ കലിയുഗാന്തേവധിപ്പതിന് ഉൽപ്പന്ന കൽക്കിതന് നാരായണായ നമ. കേട്ടൊന്നരാധിപനി വെണ്ണന്റെ മേശകഥ പെട്ടെന്നുറച്ച് ഭഗവത് ധ്രുവമുള്ളിലത് കഷ്ണം കടിച്ചു മുനിവാക്കേന തക്ഷകനും ഇഷ്ടം പെന്നഹില നാരായണായ നമ. കൈവല്യമായളവ് വന്നന്നരാധിപന ദിവ്യം പെരുമ്പറ മുഴങ്ങി ഗംഭീരരവ ഈ വണ്ണമുള്ളൊരുവെന്നും പിണർന്നു ഹരി വൃന്ദം നടന്നു ഹരി നാരായണായ നമ. കൊണ്ടാടുവോർക്കും ഇത് കേൾക്കുന്നവർക്കും ഉടനുണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം പണ്ടേ മഹാമുനി ചമച്ചു പുരാണം അത് കൊണ്ടെന്നതോർക്ക് ഹരിനാരായണായ നമുക്കോർത്ത് ഒരു സൂക്തി മണി പോലുള്ള ഭാഗവതം ഓർത്താലതിന് സമമില്ലെന്നുമെന്നറിയ തീർത്ഥങ്ങൾ കൊണ്ടു മൊഴിയാതുള്ള പാപം അത് തീർന്നിടുമെന്നറിയ നാരായണായ നമ. കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്രനഹി വേദാന്തസാരം ഇത് കേൾക്കുന്നു ഭാഗവതം വേദം വസിച്ച മുനിവേദം വരാഞ്ഞു പുനരേകച്ഛകാലകില നാരായണായ നമ. കല്ലോലിനീ രമണ കല്യാകൃതേ രുചിര പുല്ലാരവിന്ദ രുചിപാദം ജയിക്കതവ എല്ലാം പറഞ്ഞിടുവതില്ലാരും എന്നറിയ നല്ലൊരു വിഷ്ണുകഥ നാരായണായ നമ. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും മുകുന്ദപദം വീരാത സംസ്കൃതി വിഷന്തീരുമെന്നറിയ മാലോകരേ ജപത നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.
2 കീർത്തനങ്ങൾ ഒരുപോലെയുണ്ട്. അതിൻ്റെ ആദ്യത്തേതിൻ്റെ പകുതി ഞാൻ ആദ്യം ചൊല്ലി. ഇതെല്ലാം ഞാൻ കേട്ട് പഠിച്ച കീർത്തനങ്ങളാണ്. അത് കാരണം ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. എല്ലാവരും ക്ഷമിക്കുക ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ. കാരണം 5 വയസ്സിൽ താഴെ, എനിക്ക് 5 വയസ്സുള്ളതിന് മുന്നേ ഞാൻ പഠിച്ച കീർത്തനങ്ങളാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ കീർത്തനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഭഗവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നന്ദി, നമസ്കാരം. നാളെ കാണാം. ബൈ ബൈ.